നമസ്കാരം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കയ്യിലുള്ള രേഖകൾ വെറും ചർമ്മത്തിലെ വരകളാണ്, അതോ അവ നമ്മുടെ സ്വഭാവത്തെയും ജീവിത സാധ്യതകളെക്കുറിച്ചും എന്തെങ്കിലും സൂചനകൾ നൽകുന്നുണ്ടോ? അതുപോലെ ഹസ്തരേഖ ശാസ്ത്രത്തിൽ പ്രധാനമായി പറയുന്ന രേഖകൾ ഏതൊക്കെയെന്നും അവയെ പരമ്പരാഗതമായി എങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ടെന്നും നോക്കാം. ഹസ്തരേഖ ശാസ്ത്രം ഒരു വിശ്വാസപരവും പരമ്പരാഗതവുമായ വിഷയമാണ്. ഇതിനെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട പ്രവചന രീതിയായി കാണുന്നില്ല എന്നതും ഓർക്കുക. എന്താണ് ഹസ്തരേഖ ശാസ്ത്രം? പാൽമിസ്ട്രി അഥവാ ഹസ്തരേഖ ശാസ്ത്രം എന്നത് കൈയിലെ രേഖകൾ, വിരലുകൾ, കൈയുടെ ആകൃതി എന്നിവ നിരീക്ഷിച്ച് വ്യക്തിയുടെ സ്വഭാവത്തെയും ജീവിത സാധ്യതകളെയും കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്ന ഒരു പുരാതന പാരമ്പര്യ വിദ്യയാണ്. ഭാരതം, ചൈന, ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത് ഏറെ കാലങ്ങളായി പ്രചാരത്തിലുണ്ട്. ആദ്യം രേഖകളെ പരിചയപ്പെടാം. ഇതാണ് ലൈഫ് ലൈൻ അഥവാ ജീവൻ രേഖ. ശുക്രമണ്ഡലത്തിന് ചുറ്റുമായി ഇതുപോലെ വളഞ്ഞ് കൈത്തണ്ട വരെ എത്തുന്ന രേഖയാണ് ജീവൻ രേഖ. ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന രേഖയാണ് ജീവൻ രേഖ. ജീവൻ രേഖ ചെറുതാണെങ്കിൽ ആയുസ് കുറവാണെന്ന് അർത്ഥമില്ല. ഏറ്റവും വലിയ തെറ്റിദ്ധാരണകളിൽ ഒന്നാണത്. അടുത്തത് ബ്രെയിൻ ലൈൻ അഥവാ ബുദ്ധിരേഖ. ഏകദേശം കൈയുടെ മധ്യഭാഗത്തായി കടന്നു പോകുന്ന ഈ രേഖയെയാണ് ബുദ്ധിരേഖ എന്ന് പറയുന്നത്. ഇതിൽ നീണ്ട രേഖയെ ആഴത്തിലുള്ള ചിന്തയെ അനുമാനിക്കുന്നു. നേരായ രേഖയെ പ്രായോഗിക സമീപനമായി അനുമാനിക്കുന്നു. വളഞ്ഞ രേഖയെ സൃഷ്ടിപരമായ ചിന്തയെ അനുമാനിക്കുന്നു. അടുത്തത് ഇതാണ് ഹെഡ് ലൈൻ അഥവാ ഹൃദയ രേഖ. വിരലുകളുടെ തൊട്ട് താഴെയായി കാണുന്ന ഈ രേഖയെയാണ് ഹൃദയരേഖ എന്ന് അറിയപ്പെടുന്നത്. ഇത് വികാരങ്ങൾ, സ്നേഹം, ബന്ധങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് വ്യാഖ്യാനിക്കുന്നു. ഇതാണ് ഭാഗ്യരേഖ. എല്ലാവർക്കും ഭാഗ്യരേഖ ഉണ്ടാകണമെന്നില്ല. ഇത് വികാരങ്ങൾ, സ്നേഹം, ബന്ധങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് വ്യാഖ്യാനിക്കുന്നു. ഈ 4 രേഖകളാണ് ഹസ്തരേഖ ശാസ്ത്രത്തിൽ പ്രധാനം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ജീവിതാനുഭവങ്ങൾ, അതുപോലെ ചെയ്യുന്ന കർമ്മങ്ങൾ ഇതനുസരിച്ച് രേഖകൾ മാറുന്നവയാണ്. ഇത് നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ബാല്യകാലത്തിൽ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന രേഖ പോലെ ആയിരിക്കില്ല കൗമാരത്തിൽ ഉണ്ടായിരുന്ന രേഖകൾ. കൗമാരത്തിലുണ്ടായിരുന്ന രേഖകളായിരിക്കില്ല യൗവനത്തിലും. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, അതുപോലെ ചെയ്യുന്ന കർമ്മങ്ങൾ ഇതെല്ലാം അനുസരിച്ച് കയ്യിലെ രേഖകൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുകയോ പുതിയ രേഖകൾ പ്രത്യക്ഷപ്പെടുകയോ ചില രേഖകൾ അപ്രത്യക്ഷമാകുകയോ ചെയ്യും. അതുകൊണ്ട് തന്നെ കയ്യിലെ ഈ രേഖകളെ ജീവിതത്തിലെ അന്തിമ വിധിയായി കണക്കാക്കാൻ പാടില്ല. നല്ല കർമ്മം ചെയ്താൽ നല്ല ഫലം ലഭിക്കും. ഇത് പറയുവാനായി ഒരു ഹസ്തരേഖ വിദഗ്ധൻ്റെയോ ജ്യോതിഷ പണ്ഡിതൻ്റെയോ ആവശ്യമില്ല എന്നതുപോലെ പാൽമിസ്ട്രി അഥവാ ഹസ്തരേഖ ശാസ്ത്രം ഒരു വ്യക്തിയുടെ സ്വഭാവം, കഴിവുകൾ, വ്യക്തിയുടെ ഇതുവരെയുള്ള ജീവിതം മനസ്സിലാക്കി അവരുടെ ഇനി വരാൻ പോകുന്ന ജീവിത സാധ്യതകൾ എന്നിവയെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പരമ്പരാഗത വിദ്യയാണ് ഹസ്തരേഖ ശാസ്ത്രം. എന്നാൽ ഇതിൻ്റെ അവകാശവാദങ്ങൾക്ക് ആധുനിക ശാസ്ത്രീയ തെളിവുകൾ പരിമിതമാണ്. അതിനാൽ ഹസ്തരേഖ ശാസ്ത്രത്തിലെ ഒരു മാർഗനിർദ്ദേശമായി മാത്രം കാണുന്നത് തന്നെയാണ് ഉചിതം. ഹസ്തരേഖ ശാസ്ത്രം കൊണ്ടുള്ളതായി പറയപ്പെടുന്ന പ്രധാന പ്രയോജനങ്ങൾ എന്തൊക്കെയെന്ന് കൂടി പറയാം. ഒന്നാമത്തേത് വ്യക്തിയുടെ സ്വഭാവം മനസ്സിലാക്കാൻ. ഒരു വ്യക്തിയുടെ ശക്തി, ദൗർബല്യങ്ങൾ, ചിന്താശക്തി എന്നിവയെക്കുറിച്ച് ഒരു പരമ്പരാഗത വിലയിരുത്തൽ നൽകുന്നു. രണ്ടാമത്തേത് തൊഴിൽ തിരഞ്ഞെടുക്കാനുള്ള മാർഗനിർദ്ദേശം. തൊഴിൽ, ബിസിനസ്, കല,
നേതൃത്വം തുടങ്ങിയ മേഖലകളിൽ വ്യക്തിക്ക് അനുയോജ്യമായ പ്രവണതകൾ കണ്ടെത്താൻ സഹായിക്കും. മൂന്നാമത്തേതാണ് ബന്ധങ്ങളെക്കുറിച്ചുള്ള ധാരണ. സ്നേഹം, വിവാഹം എന്നിവയെക്കുറിച്ചുള്ള ഒരു പരമ്പരാഗത വ്യാഖ്യാനം ലഭിക്കുന്നു. നാലാമത്തേത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായമാകുന്നു. വ്യക്തിയുടെ സ്വന്തം കഴിവുകളെക്കുറിച്ച് ചിന്തിക്കാനും വ്യക്തി വികാസത്തിനും ചിലർക്ക് ഹസ്തരേഖാശാസ്ത്രം പ്രചോദനമാകാറുണ്ട്. അഞ്ചാമത്തേതാണ് ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെ തിരിച്ചറിയാൻ. രേഖകളിലെ മാറ്റങ്ങളെ ജീവിതത്തിലെ പുതിയ ഘട്ടങ്ങളായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കാനാകുന്നു. ആറാമത്തേത് ആത്മപരിശോധനയ്ക്ക് സഹായകമാകുന്നു. അതെ, സ്വന്തം ശീലങ്ങളും തീരുമാനങ്ങളും വിലയിരുത്താനുള്ള ഒരു അവസരമായി ചിലർ ഇതിനെ കാണുന്നു. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതെന്തൊക്കെയെന്ന് കൂടി നോക്കാം. ഹസ്തരേഖാശാസ്ത്രം മാത്രം ആശ്രയിച്ച് ജോലി, വിവാഹം, ചികിത്സ, സാമ്പത്തിക നിക്ഷേപം തുടങ്ങിയ പ്രധാന തീരുമാനങ്ങൾ എടുക്കരുത്. അടുത്തതായി പറയാനുള്ളത്, ഹസ്തരേഖാശാസ്ത്രത്തിൽ രേഖകൾക്ക് മാത്രമല്ല, വിരലുകളുടെ താഴെയുള്ള ഉയർന്ന ഭാഗങ്ങളായ മണ്ഡലങ്ങളും ഹസ്തരേഖാശാസ്ത്രത്തിൽ പ്രാധാന്യമുള്ളവയാണ്. ഇതിനെ ഗുരുമണ്ഡലം എന്ന് പറയുന്നു. നേതൃത്വത്തെയാണ് ഇതിൽ വ്യാഖ്യാനിക്കുന്നത്. ഇത് ശനിമണ്ഡലം. ക്ഷമയെയാണ് ശനിമണ്ഡലത്തിൽ വ്യാഖ്യാനിക്കുന്നത്. ഇതാണ് സൂര്യമണ്ഡലം. പ്രശസ്തിയെയാണ് ഇതിൽ വ്യാഖ്യാനിക്കുന്നത്. ഇതാണ് ബുധമണ്ഡലം. ആശയവിനിമയത്തെയാണ് ഗുരുമണ്ഡലത്തിൽ വ്യാഖ്യാനിക്കുന്നത്. ഇതാണ് ശുക്രമണ്ഡലം. ഇതിൽ സ്നേഹത്തെയും ഊർജത്തെയും വ്യാഖ്യാനിക്കുന്നു. ഇത് ചന്ദ്രമണ്ഡലം. ഇതിൽ മനസ്സിൻ്റെ ഭാവനയാണ് വ്യാഖ്യാനിക്കുന്നത്. പ്രിയരെ, ഹസ്തരേഖാശാസ്ത്രം കൗതുകകരമായ ഒരു പാരമ്പര്യ വിഷയമാണ്. എന്നാൽ നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത് കയ്യിലെ രേഖകൾ മാത്രമല്ല. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മുടെ പരിശ്രമം, വിദ്യാഭ്യാസം, ആരോഗ്യം, നല്ല ശീലങ്ങൾ, ഇവയ്ക്കാണ് ജീവിതത്തിൽ കൂടുതൽ സ്വാധീനം. ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവർക്കായി ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ ആധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.